ഹലോ ഗായ്സ്, വെൽക്കം ടു അനി ഡ്രീംസ് ചാനൽ. ഇപ്പം നമ്മൾ ടെറസിൽ ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് വന്നിരിക്കുകയാണ് ഗായ്സ്. ടെറസിൽ ചെടിച്ചട്ടിയിലൊക്കെ നമ്മൾ മുളക് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലൊക്കെ കാടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് കളയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് പറിച്ച് കളഞ്ഞ ശേഷം അവിടെ എല്ലാം ഒന്ന് മാറ്റിയിട്ട് കുറച്ച് ചപ്പ് ഇതൊക്കെ അടക്കുന്നുണ്ട് കേട്ടോ, വേസ്റ്റ് പൊടിയൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്ന് അടിച്ചു വാരണം, ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതൊക്കെ ഒന്ന് പറിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 വഴുതനയുണ്ട് കേട്ടോ, തൈ. അപ്പോൾ അത് നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ബക്കറ്റിലും ചാക്കിലൊക്കെ കുറച്ച് മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാടൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞിട്ട് അതൊന്ന് നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. തക്കാളിച്ചെടി ഈ പ്രാവശ്യം നട്ടതിലൊക്കെ നല്ലോണം കായ്ച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യത്തിനൊക്കെ പഴം കിട്ടുന്നുണ്ട്, തക്കാളിപ്പഴം. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇഞ്ചിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിലൊക്കെ കുറേ ചീര, ഒരുതരം ചീര വന്നിട്ടുണ്ട്. ഇത് പരിപ്പിൽ വെക്കുന്ന ചീരയാണ്. അപ്പോൾ ഈ ചീര ആർക്കും ഇഷ്ടമല്ല ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ആ കാട് പോലെ കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ പറിച്ച് മാറ്റിയേ. അപ്പോൾ ഇനി നമുക്ക് അപ്പുറത്തൊക്കെ ഒന്ന് ചട്ടിയൊക്കെ ഒന്ന് മാറ്റി വെച്ച ശേഷം, അവിടെയൊക്കെ ചപ്പും ചവറും ഇങ്ങനെ കിടക്കായിരുന്നു കേട്ടോ, വൃത്തിയില്ലാതിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അതായത് മുളക് ചെടിച്ചട്ടിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയ ശേഷം അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി വിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ്. കാടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പറിച്ച് കളഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അടിച്ചിട്ടുണ്ടായിരുന്നേ. ഇത്രയും പൊടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ മണ്ണൊക്കെ ഇങ്ങനെ പോകല്ലേ, ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെടിച്ചട്ടി മാറ്റി വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഇത്ര മണ്ണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഏതായാലും കളയുന്നില്ല, അപ്പോൾ ചെടിച്ചട്ടിയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റൊക്കെ എടുത്ത് മാറ്റിയ ശേഷം അവിടേക്ക് ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ടാണ്. അവിടെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പുറത്ത് ഭാഗം ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ചെടിച്ചട്ടിയൊക്കെ മാറ്റി വയ്ക്കാം. ഞാൻ താഴെ ടാർപോയി വിരിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. ഞാനൊരു ചൂലും വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചൂല് വീട് അടിച്ചു വരാൻ വേണ്ടി മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് പഴയതായി. അപ്പോൾ ഞാൻ അത് ടെറസിൽ കൊണ്ടുവന്ന് ഇട്ടതാണ് ഗൈസ്. നമുക്കിതുപോലെ ചപ്പും ചവറൊക്കെ അടിച്ചു വരാമല്ലോ. ഇത് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മേടിച്ച ക്യാനാണ്. അപ്പോൾ അത് ഓട്ടയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മണ്ണ് നിറച്ച് അതിൽ മുളക് ചെടി നട്ടു ഗൈസ്. നന്നായി വന്നിട്ടുണ്ട്, നിറയെ കായ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ട് അവിടെയൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ എല്ലാ സ്ഥലത്തും ഒന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്തിട്ട് തക്കാളി ചെടിയിലെ അടിഭാഗത്തുള്ള ആ ഇലയൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് പഴുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കണം. കുറേയൊക്കെ ഞാൻ കട്ടാക്കി എടുത്തു കേട്ടോ. അതിന് ശേഷമാണ് ആ കാടൊക്കെ പറിച്ചെടുത്തത്. നമുക്ക് ആ ഭാഗത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം ആ ചെടിച്ചട്ടിയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. ഞാൻ ആ ഭാഗത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ. ഇനി നമുക്ക് അപ്പുറത്ത് മാറ്റി വയ്ക്കാം. ഇത് കാന്താരി മുളക് ചെടിയാണ് കേട്ടോ, വയലറ്റ് കാന്താരി. അപ്പോൾ അതിലൊക്കെ കുറച്ച് ചപ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റി. തുളസി ചെടിയിൽ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കട്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ആ കൊത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം മണ്ണ്. നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ എളുപ്പമായിട്ടുണ്ടാകും. അങ്ങനെ അതിലുള്ള വേസ്റ്റൊക്കെ എടുത്ത് മാറ്റിയ ശേഷം ആ മണ്ണൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു. ഇനി നമുക്ക് ആ ചെടിച്ചട്ടി ഇപ്പുറത്ത് വെച്ച് കൊടുത്തിട്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ അപ്പുറത്ത് തക്കാളി ചെടിയിലൊക്കെ നിറയെ കായ എടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള കായാണ് ഈ പ്രാവശ്യം എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റാതെ സൈഡിലൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ അതിൽ കമ്പൊക്കെ കുത്തിയിട്ട് ഇങ്ങനെ കയറ് കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ച് ആ സൈഡൊക്കെ ഒന്ന് കെട്ടിയിട്ടുണ്ട്. അതിൽ കുറച്ച് ചാരമൊക്കെ ഇടയ്ക്ക് ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. നല്ല വളമാണ് ചാരം. അപ്പോൾ അങ്ങനെ കുറച്ച് ചപ്പും അതിൽ ചാരമൊക്കെ ഒന്ന് മിക്സാക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ലോണം തക്കാളി കായ്ച്ചിട്ടുണ്ട്. ഞാൻ ലിക്വിഡൊക്കെ ഇടയ്ക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. അതിൻ്റെ മുരടിപ്പും മുഞ്ഞ വീഴുന്നതൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. അങ്ങനെ അതൊക്കെ കാടൊക്കെ ഒന്ന് പറിച്ച് മാറ്റിയ ശേഷം അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. നമുക്കൊന്ന് അടിച്ചു വാരി ഒന്ന് വേസ്റ്റൊക്കെ എടുത്തുകൊണ്ട് കളഞ്ഞ ശേഷം ചെടിച്ചട്ടിയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം അപ്പുറത്ത്. എന്നിട്ട് നമ്മൾ വഴുതന തൈ ഉണ്ട്, അതും കൂടെ ഒന്ന് നട്ടു കൊടുക്കണം ആ സൈഡിൽ. അത് ഞാൻ രാവിലെ തന്നെ മണ്ണ് നിറച്ച് കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ എളുപ്പമാണല്ലോ നമ്മൾ ആ തൈയൊക്കെ നട്ടു കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ വിചാരിച്ച എല്ലാം ഞാൻ റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്.
രാവിലെ വെള്ളം ഒഴിച്ചു കൊടുത്താണ് കേട്ടോ. ഇനിയിപ്പോൾ വൈകുന്നേരം കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പുറത്ത് പോയിട്ട് വന്ന് അപ്പം തന്നെ വന്ന് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടേ വേറെ പണി നോക്കത്തുള്ളൂ. ഈ ചെടികളൊക്കെ ഇങ്ങനെ വാടി നിൽക്കണ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ. അപ്പോൾ ആദ്യം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ നോക്കുള്ളൂ. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് ചെടികളൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ആ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വഴുതനത്തൈ നട്ടു കൊടുക്കാം. ഞാൻ ബക്കറ്റിലാണ് കേട്ടോ ആ മണ്ണൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിരിക്കണം. ഇത് ചാക്കാണ്. അപ്പോൾ ഒരു ചാക്കും ഒരു ബക്കറ്റിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് രണ്ടിലും നട്ടു കൊടുക്കാമെന്ന്. ഇനി 5-6 തൈയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് പിന്നെ നടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതുവരെ ചെടിച്ചട്ടിയൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ. മേടിച്ചിട്ട് വേണം നടാൻ. അതിനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. മേടിച്ചിട്ട് കുറച്ച് ബീൻസൊക്കെ വെച്ച് വിടാമെന്ന് വിചാരിച്ചിട്ടാണ്. സൈഡിലൊക്കെ കുറച്ച് വിത്തൊക്കെ കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഒന്ന് മേടിച്ച ശേഷം ഒന്നിച്ച് നട്ടു കൊടുക്കാം ഗൈസ്. അപ്പോൾ ഏതായാലും നമ്മൾ വഴുതന തൈയും കൂടെ നട്ടു കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ നട്ടു കൊടുക്കുമ്പോൾ അത്യാവശ്യത്തിന് നമുക്ക് പറിച്ചെടുക്കാൻ കിട്ടും. ഞാൻ ആദ്യം നട്ട ചെടിയിലൊക്കെ പൂവ് എടുക്കാൻ തുടങ്ങി കേട്ടോ. അതിൽ 2 വഴുതനച്ചെടി വെള്ള വഴുതനച്ചെടിയാണ്. വെള്ള കായ അതിലെടുക്കുക. ഈ കോഴിമുട്ട പോലെ ഉണ്ടാകും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ അത് സാമ്പാറിലൊക്കെ ഇടുമ്പോൾ. ബാക്കിയുള്ള വഴുതന വയലറ്റ് കളറിലുള്ളതാണ്. അത് നല്ല ടേസ്റ്റാണ്. നമ്മൾ മെഴുകുവരട്ടിയൊക്കെ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്വന്തമായിട്ട് നട്ടുപിടിപ്പിച്ചിട്ട് അതിൽ കായ്ച്ചിട്ട് നമ്മൾ പറിച്ച് മെഴുകുവരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റേ വേറെ തന്നെയല്ലേ ഗൈസ്. ഇത് മാത്രമല്ല എല്ലാ ചെടികളും അങ്ങനെ തന്നെയാണ്. ഇനി നമുക്ക് കുറച്ച് വെണ്ടയ്ക്ക പാവയ്ക്കൊക്കെ നട്ടു കൊടുക്കാൻ ആഗ്രഹമുണ്ട്. കുറച്ച് മേടിച്ചിട്ട് വന്ന് നട്ടു കൊടുക്കണം. ആദ്യം ചെടിച്ചട്ടി മേടിക്കണം. പച്ചമുളകൊക്കെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം. അപ്പോൾ കുറച്ച് തക്കാളിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പഴുക്കണ കൊണ്ടാണ്. ഇതിൽ ഒരെണ്ണം പഴുത്തിട്ടുണ്ട് ഗൈസ്. ഇത് ആപ്പിൾ തക്കാളി തന്നെയാണ്. മണിത്തക്കാളിയും കുറച്ചുണ്ട് കേട്ടോ. അതും കൂടെ പറിച്ചെടുക്കാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പറിച്ചെടുത്തായിരുന്നു. ഇതോടെ 4-5 പ്രാവശ്യം ഞാൻ പറിച്ചു കേട്ടോ. പെട്ടെന്ന് പഴുക്കൂട്ടത്. നമുക്ക് ആവശ്യത്തിനൊന്ന് പറിച്ചു കൊണ്ടുപോകാം. രസമൊക്കെ വയ്ക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തിയതാണ്. അതേപോലെ നമുക്കിതിൽ ചട്നി അരയ്ക്കാം. ജസ്റ്റ് കാന്താരി മുളകും ഇതും കൂടെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ഈ ചെറിയുള്ളിയില്ലേ അതൊന്ന് ചതച്ചിട്ട ശേഷം അതിൽ വെളിച്ചെണ്ണയും ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിന് കൂട്ടി കഴിക്കാൻ. അപ്പോൾ ഈ ഇപ്പുറത്തൊക്കെ തക്കാളി പഴുക്കാൻ തുടങ്ങി കേട്ടോ. ഞാൻ ഡ്രമ്മിൽ വെച്ചിരുന്നതിലൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കുകയാണേ. ഇത് ചെറിയ തരം ആപ്പിൾ തക്കാളിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് വെറുതെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണിത്. ഞാൻ 2-3 കഴിച്ചു നോക്കി. അങ്ങനെ കുറച്ച് തക്കാളിയും കിട്ടിയിട്ടുണ്ട്. 2 നേരത്തേക്കുള്ളത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. കുറച്ച് ഈ ശംഖുപ്പൂവില്ലേ അതും കിട്ടിയിട്ടുണ്ട്. ഒരു 5-6 കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതും കൂടെ പറിച്ചെടുത്തു. കാന്താരി മുളകൊക്കെ മൂത്തിട്ടുണ്ട്. ഏതായാലും നമുക്ക് ആവശ്യത്തിന് പറിക്കാമെന്ന് വിചാരിച്ച് ഞാൻ പറിച്ചില്ല. അങ്ങനെ കതിരമ്പതി എന്ന സ്ഥലത്ത് നമുക്ക് പറമ്പൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ അത്യാവശ്യം കവുങ്ങ്, വാഴ, കുരുമുളക്, കാപ്പി അങ്ങനെയൊക്കെയാണ് വെച്ചിരിക്കണേ. കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട് കേട്ടോ. അത് പന്നി വന്ന് കഴിക്കുകയാണ് കേസ്. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അത്യാവശ്യത്തിന് വീട്ടാവശ്യത്തിന് വെക്കുകയാണെങ്കിൽ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ടെറസിൽ അത്യാവശ്യമൊക്കെ ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ താഴേക്ക് പോവുകയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ചെടിയിൽ റോസൊക്കെ നിറയെ പൂവ് എടുത്തിട്ടുണ്ടായിരുന്നേ. അതൊക്കെ ഞാൻ എക്സ്ട്രാ വരുന്ന ചെടിയൊക്കെ മുറിച്ച് ഇങ്ങനെ വെക്കുമ്പോൾ അതിലൊരെണ്ണം വെച്ചതാണ് കേട്ടോ. ഈ പൂവ് എടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ്. അതേപോലെ ബോൾസൊക്കെ പൂവ് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, റെഡ് കളറാട്ടോ, നല്ല ഭംഗിയാണ്. പിന്നെ ഈ ചെടീനെ പറ്റി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ കളറ് കുറേ ഉണ്ട്. ഇത് വന്നിട്ട് കൊങ്ങിണിയാണ് കേട്ടോ. നല്ല കളറുള്ള കൊങ്ങിണിയാണ്, റെഡ് കളറിൽ കേട്ടോ. നല്ല ഭംഗിയാണ് ഈ പൂ വിരിഞ്ഞിരിക്കണ കാണാൻ. ഇതിൻ്റെ വൈറ്റാണ് കേട്ടോ. ഞാൻ പിങ്ക് കളർ കാണിച്ചിരുന്നില്ല, ആ ചെടിയുടെ വൈറ്റാണിത്. ഈ ചെടിച്ചട്ടിയിലൊപ്പം ഞാനൊരു ചെടി വെച്ചിട്ടുണ്ടല്ലേ, അത് ലൈറ്റ് പിങ്ക് കളറിലാണ് കേട്ടോ വിരിയണത്. ഒരു 10 മണിക്കാണ് വിരിയാറ്. അപ്പോൾ ഇതിൻ്റെ പേര് എനിക്കറിയില്ല. പേരറിയുകയാണെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.